ഹായ് എവരി വൺ, വെൽക്കം ടു ഡ്രഗ് ആൻഡ് ട്രാവൽ. എവർക്കും ഡ്രഗ് ആൻഡ് ട്രാവലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായി നാം ചാനലിനകത്ത് നിയോ ഹെയർ ലോഷനെ കുറിച്ചിട്ടുള്ള അനവധി വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവ്യൂ ആയിട്ടും ദോഷഫലങ്ങളായിട്ടും അതോടൊപ്പം തന്നെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടും നാം വീഡിയോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും വീഡിയോ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസുകൾ കാണാവുന്നതാണ്. മാത്രമല്ല, ഇന്ന് ഈ ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്തും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ലഭ്യമാവുന്നതാണ്. സോ ആ വീഡിയോസിനകത്തെല്ലാം പലരും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് മിനോക്സിഡിലും 5%ഉം അതോടൊപ്പം തന്നെ നിയോ ഹെയർ ലോഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്, ഉചിതമായിട്ടുള്ളത്, മുടി വളരാൻ വളരെ സഹായിക്കുന്നത് ഏതാണെന്നുള്ളതെല്ലാം ഞാൻ മുമ്പ് ഓൾറെഡി നിയോ ഹെയർ ലോഷനെ കുറിച്ചുള്ള 4-5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ചാനലിനകത്ത് മിനോക്സിഡിൽ 5% സൊല്യൂഷനെ കുറിച്ചിട്ടുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്കും ഇന്ന് ഡിസ്ക്രിപ്ഷൻ ലഭ്യമാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോകളെല്ലാം ഇരുന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള രണ്ടും തമ്മിലുള്ള നിയോ ഹെയർ ലോഷനും മിനോക്സിഡിൽ 5%ഉം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ്. ഇന്ന് ഈ വീഡിയോയിനകത്ത് പറയാൻ പോകുന്നത് വളരെ ഷോർട്ടായിട്ട് മിനോക്സിഡിൽ 5%ഉം നിയോ ഹെയർ ലോഷനും തമ്മിലുള്ള ഡിഫറൻ്റ് ആണ് പറയാൻ പോകുന്നത്. രണ്ടും ഏത് രീതിയിലാണ് താരതമ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. പലരും കമൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ചോദ്യം കൂടി ഇതാണ്: എങ്ങനെയാണ് രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് രണ്ടും ഉപയോഗിക്കുക, ഏതാണ് മികച്ച റിസൾട്ട് ലഭ്യമാവുന്നത് എന്നുള്ളതല്ല. സ്വാഭാവികമായിട്ടും ഇന്ന് പറയാൻ പോകുന്നത് മിനോക്സിഡിൽ 5% ഫോമിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. സൊല്യൂഷനെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ചാനലിനകത്ത്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ലഭ്യമാവും. മിനോക്സിഡിൽ ഫോമും സൊല്യൂഷനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഫോം എന്ന് പറയുമ്പോൾ പാരമ്പര്യമായി മുടി കൊഴിഞ്ഞു പോകുന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മിനോക്സിഡിൽ 5% ഫോം എന്നുള്ളത്. എന്നാൽ നോർമലായിട്ടുള്ള സൊല്യൂഷൻ 5% സാധാരണ മുടി കൊഴിഞ്ഞു പോകുന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. മിനോക്സിഡിൽ 5% വെയ്റ്റ് പെർ വെയ്റ്റ് എന്നുള്ള ഈ പ്രോഡക്റ്റ് എൻ്റെ കയ്യിലുള്ള ഈ പ്രോഡക്റ്റ് ഇതൊരു കെമിക്കൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ കെമിക്കൽ ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ആദ്യം തന്നെ ഇത് പറയാൻ പോകുന്നത്. റിവ്യൂ എന്ന് പറയുമ്പോൾ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് വളരെ ഡീപ്പായിട്ടുള്ളൊരു വീഡിയോ വരും ദിവസം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ പ്രൊഡക്റ്റ് പാരമ്പര്യമായി മുടി കൊഴിഞ്ഞു പോകുന്ന വ്യക്തികൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതിനെക്കുറിച്ച് വലിയ ദൈർഘ്യമുള്ള നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഡീപ്പായിട്ടുള്ളൊരു വീഡിയോ പറയുന്നതാണ്. പാരമ്പര്യമല്ലാതെ പോയ മുടി വളരാൻ സഹായകമാകുന്ന റിവ്യൂ ഓൾറെഡി മുമ്പ് ചാനലായിട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പ് പറഞ്ഞു അതിൻ്റെ മിനോക്സിഡിൽ 5% സൊല്യൂഷനെ കുറിച്ചുള്ള റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്കിന് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാവുന്നതാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഡയറക്റ്റ് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിലോട്ട് പോവാം. മിനോക്സിഡിൽ 5% വെയ്റ്റ് പെർ വെയ്റ്റ് എന്നുള്ളത് ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ്, മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് FDA, അതായത് ഫുഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, ഒരു അമേരിക്കൻ അസോസിയേഷനാണ്. നമ്മൾ ലോകത്ത് ഏത് തരത്തിലുള്ള മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാലും, കെമിക്കൽ കോമ്പൗണ്ട് മെഡിസിൻ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാലും അത് അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന FDAയുടെ അപ്രൂവൽ നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യാനും വിൽക്കാനും അത് പാടുള്ളൂ. അതിൻ്റെ ദോഷഫലങ്ങൾ അറിയണം, അത് മനുഷ്യരിൽ ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് FDA ഒരു അസോസിയേഷൻ നിർമ്മിച്ചിട്ടുള്ളതും. അവർ കീഴിൽ അപ്രൂവൽ ലഭിച്ചാൽ മാത്രമേ നമുക്ക് സെല് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ 1988, ഏകദേശം 36 വർഷം അല്ലെങ്കിൽ 35 വർഷം മുമ്പ് FDA ആലോപേഷ്യ എന്നുള്ള അസുഖത്തിന് വേണ്ടി, അതായത് മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മിനോക്സിഡിൽ 5% വെയ്റ്റ് പെർ വെയ്റ്റ് എന്നുള്ള ഈ പ്രോഡക്റ്റ്. അവർ അന്ന് ഈ പ്രൊഡക്റ്റ് ഒരു വാസോ ഡയലറ്റർ എന്നുള്ള രീതിയിലും അപ്രൂവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഞരമ്പുകൾക്ക് അല്ലെങ്കിൽ നാഡി നരമ്പുകൾക്ക് അല്ലെങ്കിൽ വെയിൻസിൻ്റെ അത് ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റായിട്ടും ഇത് അന്ന് FDA അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് മിനോക്സിഡിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്, നമ്മൾ ഞരമ്പുകളെ അല്ലെങ്കിൽ രക്തം ഒഴുകി പോകുന്ന ആ ഞരമ്പുകളെ ഡയലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോസസ്സ്. സ്വാഭാവികമായിട്ടും ഈ പ്രോഡക്റ്റ് നമുക്ക് ഹൈ ബ്ലഡ് പ്രഷറുള്ള വ്യക്തികൾക്ക് ടാബ്ലറ്റ് ഫോമിൽ ലഭ്യമാണ്. ചില രാജ്യങ്ങളിൽ ഡോക്ടേഴ്സ് അതും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കെമിക്കൽ കോമ്പൗണ്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് പുരുഷന്മാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് മിനോക്സിഡിൽ 5% പുരുഷന്മാർക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്ത്രീകൾക്ക് 2% മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ 49 വയസ്സിന് മുകളിലുള്ളവർക്കും ഉപയോഗിക്കാൻ പാടില്ല. അതായത് 18 വയസ്സിനും 49 വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഇതൊരു എക്സ്റ്റേണൽ യൂസാണ്. നമുക്ക് ചർമ്മത്തിൻ്റെ, ശരീരത്തിൻ്റെ പുറകു ഭാഗം, എക്സ്റ്റേണൽ ഔട്ട്ലെറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ചർമ്മത്തിന് മുകളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
അതായത് നമ്മുടെ സ്കാൽപ്പിന് മുകളിൽ, തലയോട്ടിൻ്റെ മുകളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. യാതൊരു കാരണവശാലും ചില വ്യക്തികൾ ബിയേഡ്, താടി വളരാൻ വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കുന്നുണ്ട്. ഒരിക്കലും ഇത് ഉപകാരപ്പെടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിനടുത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഉപയോഗം. ഞാൻ സിമ്പിളായിട്ടാണ് ഇന്ന് ഈ വീഡിയോസിനകത്ത് മിനോക്സിഡിലും 5% നിയോ ഹെയർ ലോഷൻ പറഞ്ഞു പോകുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീപ്പായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ ഉപയോഗം നമുക്ക് നോക്കാം. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പാരമ്പര്യമായി മുടി കൊഴിഞ്ഞു പോയ വ്യക്തികൾ, അതായത് പാരമ്പര്യമായി, ഫോർ എക്സാമ്പിൾ അച്ഛനും മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഹെറിഡിറ്റി ആയിട്ട്, പാരമ്പര്യമായിട്ട്, ജനറ്റിക്കായിട്ട് മകനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മകനും അതുപോലെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി വളരാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ മുടി കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള വ്യക്തികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ഉപയോഗം, അതായത് ഇതിൻ്റെ ഏത് രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ മുടിയുടെ ഹെയർ ഫോളിക്കിൻ്റെ അടിയിലോട്ട് രക്തപ്രവാഹം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ ജോലി എന്നുള്ളത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, വാസോ ഡയലക്ടറാണ് നമ്മുടെ ഞരമ്പുകൾ ഡയലേറ്റ് ചെയ്യുക, അതിനെ വികസിപ്പിക്കുക. അങ്ങനെ വികസിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തിലൂടെയെല്ലാം രക്തപ്രവാഹം വളരെ നല്ല രീതിയിൽ ഒഴുകും, ഇല്ലെങ്കിൽ ഫ്ലോ ചെയ്യും. അപ്പോഴാണ് നമ്മുടെ അറിയാലോ, ഒരു ചെടിയുടെ അടിയിലോട്ട് വെള്ളം എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ ചെടി വളരുക എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മുടിക്ക് താഴെ രക്തം എത്തുമ്പോൾ, അല്ലെങ്കിൽ ഹെയർ ഫോളിക്കിന് താഴെ രക്തം എത്തുമ്പോൾ രക്തത്തിനകത്ത് അടങ്ങിയിട്ടുള്ള എല്ലാവിധ വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അബ്സോർബ് ചെയ്ത്, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്ത് മുടി വളരാൻ സഹായിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടുള്ള ആ ഒരു വർക്കിൻ്റെ പ്രോസസ്സ്. ഇനി ഇത് ആർക്കെല്ലാം ഉപയോഗിക്കാൻ പാടില്ല, മുമ്പ് പറഞ്ഞു സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല, 49 വയസ്സിന് മുകളിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ചില വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, അതായത് ഹൈ ബ്ലഡ് പ്രഷറുള്ള വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ തലയോട്ടിൻ്റെ മുകളിൽ സൺ ബേൺ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. സോറിയാസിസ് പോലുള്ള അസുഖമുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഫംഗൽ ഡാൻഡ്രഫ് പോലുള്ള അസുഖമുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയായതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി എടുത്ത് പറയേണ്ട മറ്റു ചില ക്രീംസ്, ലോഷൻസ് ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട്. ഇപ്പോൾ ഐസോട്രെറ്റിനോയിൻ, പിമ്പിൾസ് അല്ലെങ്കിൽ മുഖക്കുരു പോലുള്ള ഐസോട്രെറ്റിനോയിൻ പോലുള്ള മെഡിസിൻസ് തലയുടെ മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് പാടില്ല. കോർട്ടിക്കോസ്റ്റെറോയിഡ്, ചില കോർട്ടിക്കോസ്റ്റെറോയിഡ് ലോഷൻ ഉണ്ട്, സോറിയാസിസ് അല്ലെങ്കിൽ നമ്മുടെ എക്സീമിയ പോലുള്ള അസുഖത്തിനെല്ലാം ഉപയോഗിക്കുന്ന ചില മെഡിസിൻസ് ഉണ്ട്, കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ പെട്രോലാറ്റം എന്നുള്ളൊരു മെഡിസിൻ ഉണ്ട്, അത് ഉപയോഗിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാൻ പാടില്ല. കൂടാതെ തന്നെ ഡ്യൂറിങ് പ്രഗ്നൻ്റ് ആയ വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ബ്രസ്റ്റ് ഫീഡിങ്, മുലയൂട്ടുന്നവർക്കും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ്, ഒരു ഇറഗുലർ ആയിട്ടുള്ള, അത് കോമൺ ആയിട്ട് എന്നല്ല പറയുന്നത്, പോസിബിൾ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ്, വരാൻ ചാൻസ് ഉള്ള സൈഡ് എഫക്റ്റ്, ആർക്കും നിർബന്ധമായിട്ട് വരണം എന്നില്ല. ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, അതോടൊപ്പം തന്നെ ചെസ്റ്റ് പെയിന്, സ്വെല്ലിങ്, അതായത് നമ്മുടെ കൈയിനോ അല്ലെങ്കിൽ കാലിലോ തടിക്കുന്ന അല്ലെങ്കിൽ നീര് കെട്ടുന്ന ഒരു സമ്പ്രദായം വരാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ തല ചുറ്റാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ശ്വാസം വലിക്കാൻ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു പോസിബിൾ ആയിട്ടുള്ള സൈഡ് എഫക്റ്റാണ്. ഇനി ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ, നമ്മൾ ചുരുങ്ങിയത് ഉപയോഗിക്കുമ്പോൾ 2 മാസം മുതൽ 4 മാസം വരെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. 4 മാസത്തിന് ശേഷം യാതൊരു റിസൾട്ട് ലഭ്യമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അതായത് 8 ആഴ്ച മുതൽ 16 ആഴ്ച വരെ നമുക്ക് മാക്സിമം ഇത് ഉപയോഗിക്കാം. അതിലപ്പുറം ഒരിക്കലും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ്. പിന്നെ ഉപയോഗിക്കുമ്പോൾ 12 മണിക്കൂർ ഇടവേളയിലാണ് ഉപയോഗിക്കേണ്ടത്. രാവിലെ ഒരു 9 മണിക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വൈകിട്ട് 9 മണിക്ക് കഴുകി കളഞ്ഞ് ഒരു ഹാഫ് ആൻ അവറിന് ശേഷം വീണ്ടും ഉപയോഗിക്കണം. അങ്ങനെ 12 മണിക്കൂർ ഇടവേളകളിൽ ഇത് ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഒരു ദിവസം 2-ൽ കൂടുതൽ പ്രാവശ്യം ഇത് ഉപയോഗിക്കരുത്. ഇനി ഇതിൻ്റെ പ്രൈസിലോട്ട് തന്നെ പോവാം. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പക്ഷേ 1000 രൂപയുടെ മുകളിൽ ലഭ്യമാവുന്നുണ്ട് ഒരു പീസിന്. അതോടൊപ്പം തന്നെ UAE ബേസ്ഡ് ആണെങ്കിൽ ഏകദേശം 120 ദിർഹത്തിന് മുകളിലുമുണ്ട്. ഇത് കുട്ടികൾക്ക് കിട്ടാത്ത 30 ഡിഗ്രിക്ക് താഴെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് നിയോ ഹെയർ ലോഷനെ കുറിച്ചിട്ടുള്ളൂ, അതോടൊപ്പം തന്നെ മിനോക്സിഡിൽ 5% കുറിച്ചുള്ള താരതമ്യമാണ്. അപ്പോൾ ഇത് വളരെ ഷോർട്ടായിട്ടാണ് ഇന്ന് ഞാൻ നിയോ ഹെയർ മിനോക്സിഡിൽ 5%നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഡീപ്പായിട്ടുള്ള വീഡിയോ വരുന്നതാണ്. ഇതിന് മാത്രം തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് താമസം പിടിക്കും, ഒരാഴ്ചയുള്ളിൽ ചെയ്യുന്നുണ്ട്. ഇനി ഇന്ന് പറയുന്നത് നിയോ ഹെയർ ലോഷൻ്റെ ഒരു ഡിഫറൻ്റാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ വളരെ നല്ല രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒറ്റ വീഡിയോയിലാകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിളാവാം. നിയോ ഹെയർ ലോഷൻ എന്നുള്ളത് ഒരു ഹെർബൽ കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ള മെഡിസിനാണ്. നമുക്ക് പൂർണ്ണമായിട്ടും ഹെർബൽ എന്ന് പറയാൻ പാടില്ല. ഇതിനകത്ത് മൈൽഡായിട്ട് ഈതൽ ആൽക്കോൾ 15%, അതോടൊപ്പം തന്നെ പ്രൊപ്പലൈൻ ഗ്ലൈക്കോളും അടങ്ങിയുണ്ട്. ഇത് രണ്ടും ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിന് മുകളിൽ, തലയോട്ടിന് മുകളിലുള്ള ഫംഗസ്, ബാക്ടീരിയ അല്ലെങ്കിൽ
അവിടെയുള്ള ഏത് തരത്തിലുള്ള കീടാണുകളുണ്ടെങ്കിൽ അതെല്ലാം ഡെത്തായി പോകാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ചെറിയ രീതിയിൽ ആൽക്കഹോളെല്ലാം ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിയോ ഹെയർ ലോഷൻ അതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഒരു FDA അപ്രൂവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല. എന്നാൽ നമ്മുടെ മിനോക്സിഡിൽ ഒരു FDA അപ്രൂവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതൊരു FDA അപ്രൂവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല. ഇനി ഇതൊരു ഹെർബൽ പ്രോഡക്റ്റാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒരു 4-5 പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സാണ്. ഒന്ന് ജിങ്സൺ എക്സ്ട്രാക്റ്റ്, അതുപോലെ തന്നെ കാൻഡലൂപ്പ്, പാം ലീഫ് പറയുമ്പോൾ നമ്മൾ ഈന്തപ്പനയുടെ അതിൻ്റെ ലീഫാണ്. അതുപോലെ കാൻഡലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷമാമാണ്. ജിങ്സൺ എക്സ്ട്രാക്റ്റ് എന്നുള്ളത് ഒരു വൈറ്റ് ജിങ്സൺ എക്സ്ട്രാക്റ്റാണ് ഇതിനകത്ത് അടങ്ങിയുള്ളത്. നമ്മുടെ ഏഷ്യൻ വൻകരയിലെല്ലാം കാണുന്ന മെയിനായിട്ട് ചൈന, ബാങ്കോക്ക് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം കാണുന്ന ഒരു വൈറ്റ് ജിങ്സൺ എന്നുള്ള ഒരു റൂട്ടാണ്. നമ്മൾ ചില ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണത്. അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് രക്തപ്രവാഹം കൂട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ രക്തത്തിൻ്റെ ഓട്ടം ഫ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രോഡക്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ മിനോക്സിഡിൽ പറഞ്ഞതുപോലെ ഇത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനാണ്, പുറം ഭാഗത്ത് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാം. ഇത് സ്ത്രീകൾക്ക് 18 വയസ്സിന് മുകളിൽ ഉപയോഗിക്കാം. അത് 69 വയസ്സ് വരെ ഉപയോഗിക്കാം. 69 വയസ്സിന് മുകളിൽ ഉപയോഗിക്കാൻ പാടില്ല. പുരുഷന്മാർക്കും അതുപോലെ തന്നെയാണ്. ഇനി ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള എല്ലാവിധ കോമ്പൗണ്ടുകളും, അതായത് ഇൻഗ്രീഡിയൻസ് എല്ലാം ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് അവരുടെ പ്രാധാന്യം. സ്വാഭാവികമായിട്ടും മുമ്പ് പറഞ്ഞതുപോലെ മിനോക്സിഡിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൻ്റെ താഴോട്ട് രക്തപ്രവാഹം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുടി വളരാൻ അത് സഹായകരമാകും. അതിൽ ലഭ്യമാകുന്ന ന്യൂട്രിയൻസ്, ഇതിനകത്ത് അടങ്ങിയ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ജിൻസൺ എക്സ്ട്രാക്റ്റ്, കാൻഡലോപ്പ്, പാം ലീഫ് പോലുള്ള 2-3 കോമ്പൗണ്ട്സുകളുണ്ട്. അത് സ്വാഭാവികമായിട്ടും മുടി വളരാൻ സഹായിക്കുന്നുണ്ട്. ഇനി ഇത് ഏതെല്ലാം രീതിയിലാണ് അല്ലെങ്കിൽ ആർക്കെല്ലാമാണ് ഉപകാരപ്പെടാത്തത് എന്ന് പറയാം. 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. 69 വയസ്സിന് മുകളിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ മുമ്പ് പറഞ്ഞതുപോലെ മിനോക്സിഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ സോറിയാസിസ്, അല്ലെങ്കിൽ ഇച്ചിങ്, അല്ലെങ്കിൽ എന്താ തലക്ക് സ്കാൽപ്പിന് മുകളിൽ മുറിവുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ഇതൊരു ലോങ് ടൈം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. മാക്സിമം നമുക്കൊരു 6 ആഴ്ച വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതിനുശേഷം റിസൾട്ട് ലഭ്യമായില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യണം. എന്നാൽ ചില വ്യക്തികളിൽ പാരമ്പര്യമായി മുടി കൊഴിഞ്ഞു പോകാത്ത ചില വ്യക്തികളിൽ 3 ആഴ്ചക്ക് മുകളിലും അല്ലെങ്കിൽ 12 ദിവസത്തിന് മുകളിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് തന്നെ മുടി വന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മുടി പൂർണ്ണമായിട്ടല്ല, ചെറിയ ബേബി ഹെയർ വന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ടല്ല, ഇവിടുത്തെ വാട്ടറിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വെതറിൻ്റെ ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ മുടി കൊഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നെ ഇതിന് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് കിട്ടാത്ത സ്ഥലത്ത് കീപ്പ് ചെയ്യുക. യാതൊരു കാരണവശാലും ഒരു 6 ആഴ്ചക്ക് മുകളിൽ അല്ലെങ്കിൽ ഒരു 8 ആഴ്ചക്ക് മുകളിൽ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. കാരണം റിസൾട്ട് ലഭ്യമായിട്ടുള്ള വീണ്ടും അപ്ലൈ ചെയ്തിട്ട് യാതൊരുവിധ പർപ്പസുമില്ല. ഇതിൻ്റെ റേറ്റ് 3200 രൂപയാണ് നമ്മുടെ ആമസോണിലെല്ലാം കാണുന്നത്. UAE 125 ദിർഹം ബേസിലാണ് കാണുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതിൻ്റെ എല്ലാം ഞാൻ റിവ്യൂ ഓൾറെഡി നല്ല രീതിയിൽ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിയോ ഹെയർ ലോഷൻ്റെ മിനോക്സിഡിൽ 5% ചെയ്തിട്ടില്ല, അതിൻ്റെ സൊല്യൂഷൻ്റെ ചെയ്തിട്ടുണ്ട്. മിനോക്സിഡിൽ 5% സൊല്യൂഷൻ, എന്നാൽ ഫോമിൻ്റെ ചെയ്തിട്ടില്ല. അത് ഞാൻ വേറെ ദിവസം ചെയ്യുന്നതാണ്. പാരമ്പര്യമായി മുടി കൊഴിഞ്ഞു പോയവർക്ക് വളരെ ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റാണിത്. അപ്പോൾ നിയോ ഹെയർ ലോഷൻ്റെ മിനോക്സിഡിൽ 5% തമ്മിൽ വ്യത്യാസം ഇതാണ്. ഒന്ന് ഹെർബൽ കോമ്പൗണ്ടാണ്, മറ്റേത് കെമിക്കൽ കോമ്പൗണ്ടാണ്. ഇതിൻ്റെതായ മെയിനായിട്ടുള്ള ഒത്തിരി സൈഡ് എഫക്റ്റുകളുണ്ട്, ദോഷഫലങ്ങളുണ്ട്. എന്നാൽ മുടി വളരാൻ സഹായകരമാകുന്ന നല്ലൊരു പ്രോഡക്റ്റാണിത്. ഇത് ഓൾറെഡി നമ്മുടെ വേൾഡിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇത് മാർക്കറ്റിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ജനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് നിയോ ഹെയർ ലോഷൻ. ചിലർക്ക് റിസൾട്ട് ലഭ്യമായിട്ടുണ്ട്, ചിലർക്ക് ലഭ്യമായിട്ടില്ല. നമുക്ക് അത്രത്തോളം പിന്നെ കുറച്ച് ഡീപ്പായിട്ടൊന്നും അറിയില്ല. ജസ്റ്റ് ഇതിനകത്ത് ബോട്ടിലിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നാം എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.